ഓക്കെ. ഇനി ഇതിന്റെ കൂടെ ചേർത്ത് നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു പോയാൽ എളുപ്പമായിരുന്നു. ബ്രഹ്മാവിനും സരസ്വതിക്കും അവരുടെ വാഹനം സ്വാനാണല്ലോ, അരയന്നമാണല്ലോ. അതെ 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 അതെ. അതിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോയാൽ നല്ലതായിരുന്നു. ഇപ്പൊ ആകാശം എന്ന് പറയുമ്പോഴേ, ആകാശത്തെ നമ്മൾ എങ്ങനെയാ കാണാൻ പറ്റുക? കാണാൻ പറ്റില്ലാത്ത ഒന്നാണ് ആകാശം. അതെ. പക്ഷെ ആകാശത്തെ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, അങ്ങ് ആ ഹംസ വാഹനമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഹംസവാഹിനി എന്ന് പറഞ്ഞാൽ സരസ്വതി എന്നാണ് അർത്ഥം. ആ ഹംസം ഏതാന്ന് അങ്ങക്ക് മനസ്സിലായോ? മേഘമാണോ? മേഘമാണ്. ജീവനെ ജനിപ്പിക്കുന്ന ആ ജലത്തെ, പാർവതിയെ പേറിയെത്തുന്ന ആ ജലമാണ് ബ്രഹ്മാവിന്റെ രാജഹംസം. ആ വാഹനത്തിൽ തന്നെയാണ് ആകാശം. സിംഹരഥയാണ് പാർവതി. ശിവൻ ഋഷഭവാഹനനാണ്. അതും കൂടെ പറയൂ, ശിവന്റെ ഋഷഭത്തെ കുറിച്ചും ലക്ഷ്മിയുടെ വാഹനത്തെ കുറിച്ചും കൂടെ. അതെല്ലാം പറയാം. പാർവതി പ്രോട്ടോണിന്റെ ഒരു കണം, നെഗറ്റീവ് കണം, അത് ജലമാണ്. അതിന്റെ വാഹനം, ആ ജലത്തിന്റെ വാഹനം സിംഹമാണ്. ശിവന്റെ മണ്ണിന്റെ വാഹനം, അതായത് പ്രോട്ടോണിന്റെ 2 കണങ്ങളെ ജീവപ്രപഞ്ചമായിട്ട് നിലനിർത്തുന്നതിന് കാരണമായിരിക്കുന്ന 2 വൈഭവങ്ങള്. ഒന്ന് സിംഹമാണ്, ഒന്ന് ഋഷഭമാണ്. മുകളിലെ 2ഉം ഹംസമാണ്. സിംഹവും ഹംസവും തമ്മിൽ എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ സംസാരത്തില്? ഹംസവും സിംഹവും തമ്മിലേ, ഈ ഹംസത്തിന്റെ മകളുടെ സ്ഥാനത്താണ് സിംഹരഥയായിട്ടുള്ള പാർവതി നിൽക്കുന്നത്. ബ്രഹ്മശക്തി സഞ്ചരിക്കുന്നത് ഹംസത്താലാണ്. ഈ ഹംസം വളരെ, അതായത് ബ്രഹ്മാവിന്റെ വാഹനം ഹംസമാണ്. അത് വെറും ഹംസമല്ല, ബ്രഹ്മാവിന്റെ വാഹനം എന്നും കൂടി അറിയണം. ഹംസവാഹിനി എന്ന് പറഞ്ഞാൽ ആകാശമാണ്, അത് സരസ്വതിയാണ്. സരസ്വതി താമരയിലാണ് ഇരിക്കുന്നത്, താമരപ്പൂവിലാണ് ഇരിക്കുന്നത്. വാഹനമായിട്ട് ഓടി നടക്കുന്നത് വളരെ കുറവാണ്, സഞ്ചരിക്കുന്നത് വളരെ കുറവാണ്. അതായത് താമരയിലാണ് ഇരിക്കുന്നത്. ആ താമരയിലാണ് ബ്രഹ്മശക്തി ജനിക്കുന്നത്. ആ ബ്രഹ്മാവിന്റെ വാഹനം രാജഹംസമാണ്. രജോ ഗുണത്തെ ജനിപ്പിക്കുന്ന ഹംസമാണ്, രാജഹംസമാണ് ബ്രഹ്മാവിന്റെ വാഹനം. അത് പ്രാണജലത്തെ പേറുന്ന നവമേഘങ്ങളാണ്, ജലമേഘങ്ങളാണ്. അതാണ് എവിടെ എത്തുന്നത്? ഹിമാലയത്തിന്റെ മുകളിലുള്ള ബ്രഹ്മസ്ഥാനമായിരിക്കുന്ന ആ മാനസ സരസ് എന്ന് പറയുന്ന തീർത്ഥത്തിലെത്തുന്നു എന്ന് പറയുന്ന ആ രാജഹംസം ഈ മേഘമാണ്, നവമേഘങ്ങളാണ്. മൺസൂൺ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 4000 കിലോമീറ്റർ ഇവിടുന്ന് തെക്ക് രൂപപ്പെട്ട് അത് മന്ദം ഗമിച്ച്, വളരെ സ്ലോവിലാണ് ഗമിച്ചു വരുന്നത്. ഗമിച്ച് ഇത് ജൂൺ ആദ്യമാകുമ്പോ, പകുതിയാകുമ്പോ ഇവിടെ എത്തി. അത് ജൂലൈ പകുതിയാകുമ്പോഴത്തേക്കും ഹിമാലയത്തിൽ വരെ എത്തും, മാനസ സരസിൽ വരെ എത്തും. ആകാശവീതിയിലൂടെയുള്ള ആ ജലമേഘങ്ങളുടെ, നവമേഘങ്ങളുടെ മന്ദമുള്ള സഞ്ചാരമാണ് ബ്രഹ്മാവിന്റെ രാജഹംസം എന്ന് പറയുന്നത്. ഹംസവാഹിനി എന്ന് പറഞ്ഞാൽ മന്ദാകിനിയായി മാറി വരുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ മന്ദം ഗമിക്കുന്ന മന്ദാകിനിയായിട്ട് പോകുന്നതിലാണ് ബ്രഹ്മാവ് കുടികൊള്ളുന്നത്. അപ്പൊ ബ്രഹ്മാവ് ജനിക്കുന്നത് വൈഷ്ണവ ശക്തിയുടെ നാഭിയിൽ നിന്നും ജനിക്കുന്ന സഹസ്രതല പത്മത്തിലാണ് ബ്രഹ്മശക്തി ജനിക്കുന്നത്. നമ്മളെ ഒരു കുപ്പത്തൊട്ടി ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലും സ്പേസ് ഉണ്ടല്ലേ? മാലിന്യ കൂനയുടെ മുകളിലും സ്പേസ് ഉണ്ട്, ആകാശമുണ്ട് അല്ലേ? പക്ഷെ അവിടെ സരസ്വതി ഭാവത്തിലായിരിക്കില്ല ആകാശം. സരസ്വതിക്ക് കാരണമായിരിക്കുന്ന മാതൃഭാവത്തിലേക്ക് ആ ആകാശം വരണമെങ്കിൽ ആ സ്പേസ് എന്തിലായിരിക്കണം ഇരിക്കുന്നത്? സഹസ്രതല പത്മത്തിലായിരിക്കണം ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകാശത്തെ അലങ്കരിക്കുന്ന രീതിയിലേക്ക് പൂക്കളെ വിരിയിക്കുന്ന സഹസ്രതല പത്മത്തിൽ സ്പേസിനെ, നമ്മുടെ സ്പേസിനെ ഇരുത്തി അതിൽ നിന്നും ബ്രഹ്മശക്തിയെ ജനിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ജൈവലോകത്തെ ചമയ്ക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ രാജഹംസത്തിൽ സഞ്ചരിക്കുന്ന സരസ്വതിയുടെ പുത്രിയാണ് സിംഹരഥയായിട്ട് പോകുന്നത്, സിംഹത്തിന്റെ പുറത്ത് പോകുന്നത്. അത് ജലമാണ്. എന്നാൽ ആ പതിഭാവത്തിലുള്ള ജലം പതിക്കുന്ന പതിയായിരിക്കുന്ന ആ ശിവൻ, ഈ ശൈവനിലയം സഞ്ചരിക്കുന്നത്, ജീവഗോളമായി സഞ്ചരിക്കുന്നത്
ബീജഗോളമായി സഞ്ചരിക്കുന്നതിന് കാരണമായിരിക്കുന്ന ബേസായിരിക്കുന്ന ഭൂമിയിലെ ബീജം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് കാളയുടേതാണ്. അത് ഋഷഭത്തിന്റേതാണ്. ആ ജീവധരനായിരിക്കുന്ന ഭൂമിയുടെ ഏറ്റവും ബേസായിരിക്കുന്ന ബീജം, ഏതൊരു ബീജത്തെ അടർത്തി മാറ്റിയാൽ ബാക്കി സർവ്വ ബീജവും സർവ്വ ജീവലോകവും ഇല്ലാതാകുമോ, ആ ബീജം കാളയുടേതാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സർവ്വജീവലോകത്തിനും കാരണമായിരിക്കുന്ന കാലത്തിന്റെ വണ്ടിയെ, ഈ യുഗ്മസഞ്ചാരം, സസ്യലോകത്തിന്റെയും ജന്തുലോകത്തിന്റെയും യുഗ്മസഞ്ചാരം ആകുന്ന ആ കാലത്തിന്റെ വണ്ടിയെ വലിക്കുന്ന കാള എന്ന് പറയുന്നത്, ആ കാലം എന്ന് പറയുന്നത് ആ കാളയാലാകുന്നു. അതാണ് കാല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കാലൻ എന്നൊക്കെ പറയുന്നത്. അത് കാള എന്ന പേര് തന്നെ ഈ കാലത്തെ മുന്നോട്ട് ഗമിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. സസ്യലോകത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് കാരണമായിരിക്കുന്ന ഗോക്കളെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ബീജം ഋഷഭത്തിന്റേതാണ്. വൃക്ഷങ്ങളെ നിലനിർത്തുന്നത്, വൃക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാന്നറിയോ? ഈ രജോ ഗുണമുള്ള ജന്തുലോകത്തിന്റെ, സാത്വികീ ഭാവത്തിലുള്ള ജന്തുലോകത്തിന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സാത്വികം എന്ന് പറയുന്ന ഗുണത്തെ ഏകുന്ന സസ്യലോകത്തിന് ലഭിക്കുന്നത് പശുക്കളാലാകുന്നു, ഗോക്കളാലാകുന്നു. ഒരു ഗോ ഉള്ള പറമ്പില്, പശുവുള്ള പറമ്പിൽ അങ്ങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടുത്തെ സസ്യപ്രകൃതി എത്രമാത്രം ശക്തമായിട്ട് വളരുമെന്ന്. സസ്യലോകത്തെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മാലിന്യമാണ് ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്നത്? ചാണകമാണ്. സസ്യലോകത്തിന്റെ ഏറ്റവും നല്ല മണ്ണ് ചാണകമാണ്. സസ്യലോകത്തിന്റെ ഏറ്റവും നല്ല ഔഷധം ഗോമൂത്രമാണ്. ഈ ജന്തുലോകത്തിന് മുഴുവൻ ആ ഗുണമേകുന്ന ആ സസ്യലോകത്തിന്റെ കവിളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഓതി കൊടുത്തിട്ടാണ് ആ പുല്ല് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന്റെ വേരുകൾക്ക് പോലും ഒരു ദോഷം സംഭവിക്കാതിരിക്കാനാണ് അത് അത്രയും കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതിന്റെ കുളമ്പുകളെല്ലാം ചിട്ടപ്പെടുത്തിയത് അങ്ങനെയാണ്. പശു ഒരു പുൽത്തകിടിയിലൂടെ പോയെന്നാൽ ആ പുല്ലിന് ജീവഹാനി സംഭവിക്കാത്ത രീതിയിലാണ് അതിന്റെ സഞ്ചാരം. അത് ആ പുല്ല് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന് പിന്നീട് ജീവിക്കാനുള്ള ആ നല്ല ശുദ്ധമായിരിക്കുന്ന മണ്ണ്, ആ ചാണകം അവിടെ നിക്ഷേപിച്ചുകൊണ്ട് ആ ഗോമൂത്രം, അതിന്റെ ഔഷധമായിരിക്കുന്ന സസ്യലോകത്തിന്റെ ഏറ്റവും നല്ല ഔഷധമായിരിക്കുന്ന ഗോമൂത്രത്തെ അത് സപ്ലൈ ചെയ്തുകൊണ്ട് മേയുന്നത് ഗോക്കളാണ്. സസ്യലോകത്തെ നെയ്യുന്നത് ഗോക്കളാണ്. ഈ സസ്യലോകത്തെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത്, സർവ്വജീവലോകത്തിന്റെയും മാതൃസ്ഥാനത്ത് നിൽക്കുന്നത് ഗോമാതാവാണ്. അതുകൊണ്ടാണ് ഗോക്കളെ, പശുക്കളെ ഗോമാതാവ് എന്ന് പറയുന്നത്. ഈ കാലത്തെ വഹിക്കുന്ന ആ ജീവി കാളയാണ്. വെറുതെ അല്ല ഈ പേരൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. വൃക്ഷങ്ങൾക്ക് കാരണം ഋഷഭമാണ്. ആ വൃക്ഷ വലിക്കുന്നത് കാലയാണ്. ആ കാലം ത്രിഗണത്താലാകുന്നു, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ കണങ്ങളാലാകുന്നു. ഭാവി, ഭവി, ഭൂതം എന്ന് പറയുന്ന ആ കാലത്തിന് കാരണം കാളയാണ്. ജീവനായിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് സമയമുള്ളത്. അതെ, നമുക്ക് ജീവനുള്ളപ്പോൾ, പരമാണു ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവനുള്ളത്. ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്നത് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ കണങ്ങളുടെ ഗെയിമാണ്. ആ ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ആ വൈഭവം ചേരുമ്പോൾ ദൈവഗണം, ജൈവഗണം, ശൈവഗണം എന്ന് പറയുന്ന ത്രിഗണങ്ങൾ ചേരുമ്പോഴാണ് പരമാണുവായി ജീവനായി മാറുന്നത്. അത് എപ്പോൾ ചേരുന്നോ അപ്പോൾ സമയം ജനിക്കും. എപ്പോൾ പിരിയുന്നോ അപ്പോൾ ആത്മാവും മനസ്സും ശരീരവും എപ്പോൾ വേർപിരിയുന്നോ അപ്പോൾ സമയം മരിക്കും. കാലം ചെയ്യും, കാലം കഴിഞ്ഞു. ആ കാലത്തിന് കാരണമായിരിക്കുന്ന ബീജം ഋഷഭത്തിൻ്റെതാണ്. അത് വഹിക്കുകയാൽ ആ ഋഷഭത്തെ ജനിപ്പിക്കുവാൻ ശേഷിയുള്ള ആ കാളയുടെ ബീജത്തെ പേറുവാൻ, ആ കാളയെ പ്രസവിക്കുവാൻ ശേഷിയുള്ളത് കൊണ്ടാണ് ഗോമാതാവ് ഗോക്കളാണെന്ന് പറയുന്നത്. കാലമാണ് അവിടെ ഗോവാകുന്നത്. ഓടുന്നത് കാള, മേയുന്നത് പശു. ആ കാളയുടെ പുറത്താണ് ബീജഗോളമായിരിക്കുന്ന, ജീവധരനായിരിക്കുന്ന, ജീവധാനിയായിരിക്കുന്ന, നദീധരനായിരിക്കുന്ന, ചന്ദ്രനാഥനായിരിക്കുന്ന, അർദ്ധനാരീശ്വരനായിരിക്കുന്ന ഈ ഭൂമി സഞ്ചരിക്കുന്നത് ആ ഋഷഭത്തിന്റെ പുറത്താണ്. എന്നാൽ പാർവതി സഞ്ചരിക്കുന്നത് സിംഹരഥയാണ്. ആ സിംഹത്തിന്റെ പ്രത്യേകത കൂടെ പറയൂ. അതായത് സസ്യലോകത്തെ സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? സസ്യലോകത്തെ കൊന്നെടുക്കുന്ന, ജീവലോകത്തെ തിന്നെടുക്കുന്ന ഒരു ജീവി വേണ്ടേ? ശിവന്റെ മാറിലെ ജലത്തെ
ശിവന്റെ മാറിലേക്ക് ചേർത്ത് വെക്കണമെങ്കിൽ നമുക്ക് പറ്റില്ല, സസ്യലോകത്തിനെ പറ്റും. ആ സസ്യലോകത്തെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഏത് രഥത്തിൽ വരണം? മനസ്സിലായി. ഹംസത്തിൽ വന്നാ പറ്റില്ല, സിംഹത്തിൽ വരണം. അപ്പോ ഋഷഭത്തെ കൂടി തിന്നുന്ന രീതിയിലുള്ള സിംഹരഥയായിരിക്കുന്ന ദേവിയാണ് ജലത്തെ ശിവന്റെ മാറിലേക്ക് ചേർത്ത് വെക്കുന്നത്. ആ സിംഹരഥയായിട്ട് വന്നാൽ മാത്രമാണ് ദേവിക്ക് ശിവന്റെ മാറിൽ ചേർന്നിരിക്കാൻ പറ്റുള്ളൂ, മണ്ണും ജലവും ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. ആ സിംഹരഥയായിട്ട് വന്നാൽ മാത്രമാണ് ദേവിക്ക് ശിവന്റെ മാറിൽ ചേർന്നിരിക്കാൻ പറ്റുള്ളൂ, മണ്ണും ജലവും ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. ശിവന്റെ കഴുത്തിൽ കിടക്കുന്നത് നാഗമാണ്. അത് ജീവനെ അടയാളപ്പെടുത്തുന്ന ആഭരണമാണ്. ഭൂമിയുടെ അടയാളവും ആഭരണവും എല്ലാം ജീവനാണ്. വാസുകിയാണ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇപ്പൊ കിടക്കുന്നത്. വാസുകി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വസിക്കുന്നവർ ഭൂമിയിൽ. അനന്തൻ എന്ന് പറഞ്ഞാൽ അനന്തകോടി ജീവജാലങ്ങളായി സർവ്വ ജീവലോകത്തെയുമാണ് അനന്തൻ എന്ന് പറയുന്ന നാഗം പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഹിസ്റ്റോറിക്കൽ അനിമൽസ് ആയിട്ടുള്ള ഐരാവതം തൊട്ട് തുടങ്ങിയാൽ ജിറാഫ് എന്തൊക്കെയുണ്ടോ അതെല്ലാം. അതാണ് അനന്തകോടി ജീവജാലങ്ങളുടെ പ്രതിനിധിയായിട്ട് അനന്തൻ. ഇപ്പോൾ വസിക്കുന്നവർ വാസുകി. ഇനി ശേഷിക്കുന്നവരുണ്ട്, അതാണ് ശേഷൻ. നാഗമാണ് ശിവന്റെ ആഭരണം. അതാണ് അദ്ദേഹം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. ആ നാഗപടത്താലി തന്നെയാണ് പാർവതിയുടെ കഴുത്തിലും അണിയുന്നത്. നമ്മളുടെ സ്ത്രീകളുടെ കഴുത്തിലും അണിയുന്ന നാഗപടത്താലി ആ ജീവന്റെ ആഭരണമാണ്. ആ ശിവപാർവതി സങ്കല്പത്തിലാണ് നമ്മുടെ എല്ലാം വിവാഹം. ഏത് മതസ്ഥരായാലും താലി ചാർത്തിയിട്ടുള്ള വിവാഹങ്ങളെല്ലാം, മാലയണിഞ്ഞുകൊണ്ടുള്ള വിവാഹങ്ങളെല്ലാം ആ ശിവപാർവതി പ്രോട്ടോണിന്റെ കണ സങ്കല്പത്തിലാണ്. ഏകദേശം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ആ ജീവന്റെ ഇളക്കത്താലിക്ക് ഇളക്കം സംഭവിച്ചാൽ സർവ്വതും തീർന്നു. ആ താലിയുടെ പവിത്രത, ആ ജീവന്റെ പവിത്രതയാണ്, വർണ്ണത്തെ ജനിപ്പിക്കുന്ന ജീവനാണ് ആ നാഗവടത്താലി അല്ലെങ്കിൽ ഇളക്കത്താലി എന്ന് പറയും. അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ജീവനെ പോലെ. ഓക്കെ, അതാണ് നമ്മുടെ സ്ത്രീകളും കഴുത്തിൽ അണിയേണ്ടത്. ആ നാഗത്തിലാണ് അനന്തൻ ശയിക്കുന്നത്, വിഷ്ണു ശയിക്കുന്നത്, വൃക്ഷലോകം ശയിക്കുന്നത്. ആ വിഷ്ണുവിന്റെ വാഹനം ഗരുഡനാണ്. ഒരു അതുകൂടെ പറയാം. വിഷ്ണുവിന്റെ നാഗവും ലക്ഷ്മിയുടെ മൂങ്ങയും അല്ലേ? അതെ 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 അതെ. ഏറ്റവും രസകരമാണ് കേട്ടോ ഈ സംഭവം.